ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ വിശേഷം അല്പം വെറൈറ്റി ആയിട്ടുള്ളൊരു വിശേഷമാണ് കേട്ടോ. ഇന്നലെ നമ്മുടെ മണ്ണാർക്കാട് പൂരത്തിൻ്റെ കൊടിയേറ്റമായിരുന്നു. ഇന്നലെ മണ്ണാർക്കാട് പൂരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മണിക്കുട്ടിയും മോങ്കുട്ടനും അവരുടെ ഫ്രണ്ട്സ് അരുൺ, അശ്വിൻ, അതാണ് ആ മക്കളുടെ പേര്. അങ്ങനെ ഇവർ 4 പേരും കൂടെ നമ്മുടെ അമ്പല പരിസരത്ത് പൂരപ്പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പോകാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ മക്കളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഈ കാഴ്ചകൾ അവിടെ കാണാറുണ്ടായിരുന്നു. അതായത് പൂരമായിട്ട് യന്ത്രയൂഞ്ഞാൽ, മരണക്കിണർ, പിന്നെ തോണി, ഇതെല്ലാം വന്ന് സെറ്റ് ചെയ്യുന്നതും പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതും പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വന്നിട്ട് മക്കളോട് പറഞ്ഞു. അപ്പോൾ മക്കൾ ഇത് കേട്ട ഉടനെ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതാ ഇങ്ങനെ നമ്മുടെ പൂരപ്പറമ്പിൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്ര കേട്ടോ, നമുക്കൊന്ന് പോയാലോ എന്നവർ ഫ്രണ്ട്സിനോട്. ഫ്രണ്ട്സ് ആണെങ്കിലോ കേട്ട പാതി കേൾക്കാത്ത പാതി അവരും ഇറങ്ങി തിരിച്ചു. അങ്ങനെ 4 പേരും കൂടെ പോയി കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ അവർ വീഡിയോയിൽ പകർത്തിയെടുക്കാനും മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ മണ്ണാർക്കാട് പൂരത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ. ഞാൻ നമ്മുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നാമ്പുറ കാഴ്ചകൾ. പൂരം തുടങ്ങുന്നതിന് മുൻപ് തോണിയും എല്ലാം വന്ന് സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ വീടിൻ്റെ ജനലിലൂടെ നോക്കിയാൽ നമുക്ക് പൂരപ്പറമ്പ് വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് വീടിൻ്റെ ജനലിലൂടെ നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മുടെ വീടിൻ്റെ ജനലിലൂടെ നോക്കുമ്പോൾ ഉള്ള അമ്പലത്തിൻ്റെ ആ ഒരു സൈറ്റ് നമ്മൾ കണ്ടു അല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? അതെ, നമ്മുടെ മണ്ണാർക്കാട് പൂരത്തിൻ്റെ കൊടിയേറ്റ ദിവസം പുറപ്പാടാണ്. അപ്പോൾ നമ്മുടെ ആറാട്ടുകടവിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞാനും പൊന്നൂസൂട്ടിയും പോയിട്ടുണ്ടായിരുന്നില്ല. ഹരിയേട്ടനും മനുമോനുമാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മനുമോനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് വലിയ കുട്ടികളായി എന്നുള്ള വിചാരമാണ്. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ 4 പേരും കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹരിയേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി വന്നു കേട്ടോ. അപ്പോൾ ഞാനും പൊന്നൂസും പോകണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. 2ാമത്തെ ദിവസമാണ്. ഇന്ന് എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്, പോയി തൊഴുത് വരണം. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണല്ലേ. ഇത്തരം ഈ പൂരം അങ്ങനെയുള്ള ഇപ്പോൾ പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ, ഒരു പ്രത്യേക രസമാണ്. ഇനി ഇത് കഴിയുന്നത് വരെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അല്ലേ. അമ്പലത്തിലുള്ളതിനേക്കാൾ തിരക്ക് ഒരു പക്ഷേ നമ്മുടെ വീടുകളിലായിരിക്കും അല്ലേ. വീടൊക്കെ ക്ലീൻ ചെയ്ത് പൂരത്തിനായിട്ടുള്ള ഒരുക്കം അങ്ങനെയുള്ള ഒരു പ്രത്യേക എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭൂതി ാണല്ലേ. അപ്പോൾ ഇതാ എന്തായാലും ഈ പ്രാവശ്യത്തെ നമ്മുടെ അമ്പലത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനും കണ്ടിട്ടില്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഹരിയേട്ടനും മനുമോനും ഒക്കെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പോകുന്നുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അല്ലേ, നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അല്ലേ. പിന്നെ അപ്പോൾ എന്തായാലും പുറപ്പാട് ദിവസത്തിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഈ HR ഫാമിലി എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കുന്നില്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതായത് നിങ്ങൾ ആ കാണുന്ന ആ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് എത്തുന്നത്, പിന്നെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ദയവ് ചെയ്ത ആൾ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പുറപ്പാട് ദിവസത്തിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി വീണ്ടും മറ്റൊരു വിശേഷവുമായി പുതിയൊരു ദിവസവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും തൽക്കാലത്തേക്ക് ഇപ്പോൾ വിട പറയുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, ശുഭനിദ്ര. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം, കാടിറങ്ങി നീയും ഞാനും കാണാൻ പോകണ പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.